ഈ വാർത്താ ദിനത്തിൽ ഏറ്റവും പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കർണാടക അങ്കോലയിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ കോഴിക്കോട് സ്വദേശി അർജുനെ കാത്ത് ഒരു നാട് ഒന്നാകെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. പ്രതികൂലമായ കാലാവസ്ഥയെ തുടർന്ന് നിർത്തിവെച്ച രക്ഷാപ്രവർത്തനം ഉച്ചയ്ക്ക് 1 മണിയോടെ പുനരാരംഭിച്ചു. ലോറി പുഴയിലേക്ക് വീണിട്ടില്ല എന്ന് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ സ്ഥിരീകരിച്ചു. ലോറി അകപ്പെട്ട സ്ഥലം GPS പരിശോധനയിൽ കണ്ടെത്തിയെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ 24നോട് പറഞ്ഞു. ഈ മേഖലയിൽ വൈകിട്ടോടെ പരിശോധന തുടങ്ങി. മെറ്റൽ ഡിറ്റക്ടർ അടക്കം സാങ്കേതിക സൗകര്യങ്ങളും പരിശോധനയ്ക്കായി എത്തിച്ചിട്ടുണ്ട്. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. നാവികസേനയുടെ 8-അംഗ സംഘവും NDRFുമാണ് തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. മെറ്റൽ ഡിറ്റക്ടറും തെരച്ചിലിനായി ഉപയോഗിക്കുന്നുണ്ട്. ലോറിയുടെ GPS ലൊക്കേഷൻ ലഭിച്ച സ്ഥലത്ത് മണ്ണ് കുഴിച്ചാണ് തെരച്ചിൽ നടത്തുന്നത്. കൃത്യമായി GPS സിഗ്നൽ ലഭിച്ചെന്നും ലോറി പുഴയിൽ വീണിട്ടില്ലെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ 24നോട് പറഞ്ഞു. ഇവിടുന്ന് വടക്കോട്ട് നോർത്തിലേക്ക് പോകുമ്പോൾ ഇടതുവശമാണ് നദിയുള്ളത്. പക്ഷേ ഈ നദിയുടെ അപ്പുറത്തല്ല, ഇപ്പുറ സൈഡിലാണ് ഇപ്പോൾ ലൊക്കേഷൻ കാണിക്കുന്നത്. നദിയുടെ ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പോൾ ഈ മണ്ണിടിഞ്ഞ് വന്ന് ഇതിന്റെ പുറത്ത് വീണതായിരിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ഇപ്പം ലൊക്കേഷൻ അയച്ചു കൊടുത്തു. ജില്ലാ കളക്ടറോട് ഞാൻ ഇപ്പൊ സംസാരിച്ചു. മാഡം പറഞ്ഞത് ഇപ്പൊ തന്നെ അവിടെ പരിശോധന തുടങ്ങിയിട്ടുണ്ട്. അവിടെ കുഴിച്ചു പരിശോധിക്കാൻ പോകുന്നു. അതുകൂടാതെ 20 മീറ്റർ താഴ്ചയുള്ള മെറ്റൽ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോറിയുടെ GPSും അർജുന്റെ ഫോൺ ലൊക്കേഷനും പുഴയ്ക്ക് സമീപമല്ലെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയത്. എന്നാൽ കനത്ത മഴയും വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയും തെരച്ചിലിനെ ബാധിക്കുന്നുണ്ട്. തെരച്ചിലിനായി കൂടുതൽ വിദഗ്ധ സംഘത്തെ സ്ഥലത്ത് നിയോഗിച്ചുവെന്ന് ഉത്തരകന്നഡ ഡെപ്യൂട്ടി കമ്മീഷണർ ലക്ഷ്മി പ്രിയ 24നോട് പറഞ്ഞു. Here we are trying to metal detectors also. We are trying. We still not got. We still trying. We cannot put more teams because this land is unstable. The present team we will slowly work. കേരള സർക്കാരിന്റെയും കോൺഗ്രസ് നേതാക്കളുടെയും സമ്മർദ്ദത്തെ തുടർന്നാണ് നേരത്തെ മന്ദഗതിയിലായിരുന്ന രക്ഷാപ്രവർത്തനം വീണ്ടും ഊർജ്ജസ്വലമായത്. 24 ബംഗളൂരു. അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ നിർണായക മണിക്കൂറുകളിലേക്ക് കടന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കുന്ന ജോലി അവിടെ പുരോഗമിക്കുകയാണ്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും. ഒപ്പം സമീർ C മുഹമ്മദും ചേരുന്നുണ്ട്. സജോ, ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ എന്താണ്? വൈകിട്ട് ഒരു 6 മണിയോടെയൊക്കെയാണ് ഈ GPS സംവിധാനം അവിടെ ഈ ലോറി ഉണ്ടെന്ന് കണ്ടെത്തിയ മേഖലയിലെ തെരച്ചിലിലേക്ക് അവിടെ JCB ഒക്കെ കടന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് അറിയാറാകുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. എന്താണ് നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വിജയകുമാർ, ശുഭവാർത്തയ്ക്കായി നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അപ്പോഴും ഈ രക്ഷാപ്രവർത്തനം യഥാർത്ഥത്തിൽ ഒരുപാട് വൈകി. പിന്നീടും അങ്ങോട്ടേക്ക് ഇപ്പോൾ ദ്രുതഗതിയിൽ തന്നെ പിന്നീട് ഒരു സമ്മർദ്ദമൊക്കെ പല കോണുകളിൽ നിന്നുണ്ടായി. സംസ്ഥാന സർക്കാർ ഇടപെട്ടു, പ്രതിപക്ഷവും അങ്ങനെ രാഷ്ട്രീയമായും കോൺഗ്രസ് ദേശീയ നേതൃത്വം അങ്ങനെ പല നിലയ്ക്ക് ഇടപെട്ടു. പിന്നീട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഓഫീസ് തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടു. അതിനുശേഷം കുറെ കൂടി വേഗത്തിൽ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവ് യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ തുടങ്ങി ഈ രൂപത്തിൽ വിപുലമായ ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് നേരത്തെ കടക്കേണ്ടതായിരുന്നു. പക്ഷേ ആ കാര്യങ്ങൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുശേഷം വളരെ വേഗത്തിൽ തന്നെ ടീമുകൾ എത്തിയ പരിശോധനയിലേക്ക് കടന്നു. ആദ്യം നദിയിൽ ഗംഗാവലി നദിയിലെ പരിശോധനയിൽ ഏതെങ്കിലും നിലയ്ക്ക് നദിയിലെ അടിത്തട്ടിലോ മറ്റോ ഈ വാഹനം പെട്ടിട്ടില്ല എന്ന നിഗമനം തന്നെയാണ്. കാരണം ഇതിലെ ഈ ലൊക്കേഷൻ കൃത്യമായി തന്നെ കിട്ടിയ ആ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള കരയിൽ മുഴുവൻ രക്ഷാപ്രവർത്തനവും കേന്ദ്രീകരിക്കുന്ന നിലയിലേക്ക് പിന്നീട് മാറി. ആ ലൊക്കേഷൻ എന്നത് മണ്ണിലടിയിൽ തന്നെ ഈ വാഹനം പെട്ടുവന്നതാണ്. നമ്മൾ ഇതിൻ്റെ ഒരു ടെറൈൻ തന്നെ പരിശോധിക്കുമ്പോൾ അതത്ര വളരെ ദുഷ്കരമാണ്, വളരെ ശ്രമകരമാണ് ഈ ദൗത്യം എന്നത് വ്യക്തമാണ്. സാധാരണഗതിയിൽ കേരളത്തിലേക്ക് എത്തുന്ന വാഹനങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു പാതയാണ്. അവിടെ ഒരു കടയും ഉണ്ടായിരുന്നു, ചായയും മറ്റുമൊക്കെ കുടിക്കുന്ന ഒരു കട കൂടി യഥാർത്ഥത്തിൽ ദേശീയപാതയാണ്. ദേശീയപാത 66 ശിരൂരിലെ അങ്കോള എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ ഈ മണ്ണെടുത്ത സ്ഥലത്തോട് ചേർന്ന് അത് വീണ്ടും 2 വരി കൂടി വികസിപ്പിച്ച ഒരു സ്ഥലമാണ്. വലിയ ഉയരത്തിലാണ് മണ്ണെടുത്തിരിക്കുന്നത്. അവിടെ സോയിൽ ലെയിനിങ് ഒന്നും ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ മണ്ണിടിച്ചിൽ എന്ന് പറയുമ്പോൾ തന്നെ അതിനേക്കാളും കുറച്ചുകൂടി വലിപ്പമുള്ള അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഉള്ള ആഴത്തിലുള്ള ഒരു മണ്ണിടിച്ചിലാണ് ഉണ്ടായത്. ഒരു കുന്ന് തന്നെ അപ്പാടെ തകർന്ന് താഴേക്ക് പതിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു ഭാഗത്ത് 4 മണ്ണുമാന്തി യന്ത്രങ്ങളും മറുഭാഗത്ത് അങ്ങനെ 2 ഭാഗത്തുമായി മണ്ണുമാന്തി യന്ത്രങ്ങൾ നിന്ന് ഈ വശങ്ങളിലൂടെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ പുരോഗമിച്ചത്. GPS ലൊക്കേഷൻ ഏറെക്കുറെ ലഭ്യമായതിന് പിന്നാലെ കുറെ കൂടി അതിനൊരു വേഗം കൈവന്നിട്ടുണ്ട്. മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് കുറെ കൂടി കാര്യക്ഷമമായതിൻ്റെ ആക്യുറേറ്റ് ലൊക്കേഷൻ കിട്ടുക
എന്നതൊക്കെ പ്രധാനമാണ്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് സമയം ഒരുപാട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ കുറെ കൂടി വേഗത്തിൽ ഇത് നടക്കണം. മറ്റൊന്ന്, ഈ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് എക്സാക്ട് ലൊക്കേഷൻ ആക്യുറേറ്റ് ആയി കണ്ടെത്തുകയും അവിടെ നിന്ന് മുകളിൽ നിന്ന് സാധ്യമാണോ എന്നൊരു ചോദ്യമൊക്കെയുണ്ട്. പക്ഷേ അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി നിൽക്കുന്നത്, ഒന്ന് കാലാവസ്ഥ പ്രതികൂലമായിരുന്നു, ഇടപെട്ട് ശക്തമായ മഴ അവിടെ പെയ്യുന്നുണ്ടായിരുന്നു, അതൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി. മറ്റൊന്ന്, ഈ ലൊക്കേഷൻ സംബന്ധിച്ച ആശയക്കുഴപ്പം, നദിയിൽ നേവിയുടെ സംഘം വന്ന് ഡൈവേഴ്സൊക്കെ പരിശോധന നടത്തി, പിന്നീട് ആ ഭാഗത്ത് ഉണ്ടാവുകയില്ല എന്ന സ്ഥിരീകരണം വന്നതിന് പിന്നാലെ കരയിലേക്ക് അത് കേന്ദ്രീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇനിയിപ്പോൾ അവിടെ മുകളിൽ നിന്ന് കുഴിക്കുക എന്നതിലെ അപ്രായോഗികത പലപ്പോഴും ആളുകൾ പറയുന്നുണ്ടായിരുന്നു. അതായത് ദുരന്ത നിവാരണ വിദഗ്ധരും അവിടെ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി എല്ലാം സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് മുകളിൽ നിന്ന് താഴേക്ക് കുഴിക്കുക എന്നതിലെ അപ്രായോഗികത, കൂടുതൽ മണ്ണിടിയാനുള്ള സാധ്യത, ഒപ്പം വശങ്ങൾ കൂടുതൽ അവിടെ ക്ലിയർ ചെയ്ത് പോകണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മാറി യാത്ര ചെയ്ത് രക്ഷാപ്രവർത്തനത്തിന് ഭാഗമാകാൻ കഴിയുകയുള്ളൂ എന്നൊരു കാരണം. അങ്ങനെ ആ ഭാഗത്തെ മണ്ണ് നീക്കമൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന വേഗം യഥാർത്ഥത്തിൽ രക്ഷാപ്രവർത്തനത്തിനുണ്ടോ എന്ന ചോദ്യം, അങ്ങനെ ഒരു പ്രസക്തമായ ചോദ്യം ഇപ്പോഴും യഥാർത്ഥത്തിൽ ബാക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും കുറെ കൂടി, അതായത് കഴിയാം വിധം രാത്രിക്ക് ശേഷം കുറെ അതാണ് സജോ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന വേഗം ഈ രക്ഷാപ്രവർത്തനത്തിനില്ല എന്നത് നമ്മൾ എല്ലാ തരത്തിലും അത് സമ്മതിച്ചേ പറ്റൂ. ഇന്നും നാളെയും ഒക്കെ ആ മേഖലയിൽ റെഡ് അലേർട്ടാണ് എന്നാണ് ഈ കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. ഇപ്പോൾ അവിടേക്ക് ധാരാളം മേഘങ്ങൾ ഇങ്ങനെ കയറിക്കിടക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ ഇതിനിടയിൽ വന്നിരുന്നു. അപ്പോൾ ഏത് സമയത്തും അവിടെ മഴ ശക്തമായി വീണ്ടും പെയ്യാം, അത്തരമൊരു ആശങ്കയൊക്കെ ഉണ്ട് അവിടെ. രാത്രിയിൽ ഈ രക്ഷാപ്രവർത്തനം എത്ര സമയം വരെ ഉണ്ടാകുമെന്നതിൽ എന്തെങ്കിലും സൂചനയുണ്ടോ? നേരത്തെ 9 മണി കഴിഞ്ഞിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തീരുമാനമെടുക്കാം എന്നാണ് കളക്ടർ പറഞ്ഞത്. എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാണോ സജോ? വിജയകുമാർ, ഇതുവരെ 9 മണി വരെ രക്ഷാപ്രവർത്തനം എന്ന നിലയ്ക്കുള്ള ഒരു പ്രാഥമിക തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം കൂടുതൽ ലൈറ്റുകളൊക്കെ സ്ഥലത്തേക്ക് എത്തിച്ചത് കുറെ കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം എന്ന നിലയ്ക്കുള്ളൊരു ചർച്ച നടക്കുന്നുണ്ട്. അത് എത്രത്തോളം നടപ്പാകുമെന്നത് നമ്മൾ ഇനിയും കാത്തിരിക്കണം. യഥാർത്ഥത്തിൽ 9 മണിക്ക് ശേഷം ഒരു രക്ഷാപ്രവർത്തനം എത്രത്തോളം പ്രായോഗികമാകുമെന്ന കാര്യത്തിൽ സംശയങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഈ ഉദ്യോഗസ്ഥരുമായും അവിടെയുള്ള ആളുകളുമായി എല്ലാം ആശയവിനിമയം നടത്തുമ്പോൾ ഈ സമ്മർദ്ദങ്ങളും ചർച്ചകളും ഒക്കെ സജീവമായി തന്നെയുണ്ട്. അവിടുത്തെ ഉദ്യോഗസ്ഥരും SP ഒക്കെ IG തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്തിയെന്ന് SP തന്നെ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു സാന്നിധ്യം അവിടെയുണ്ട്. അതിനുശേഷം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കുറെ കൂടി സപ്പോർട്ട്, ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള ടീമുകളൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് അവർ ഇപ്പോൾ വിശദീകരിക്കുന്നത്. നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. കൂടുതൽ രാത്രി സമയത്ത് കൂടുതൽ ലൈറ്റുകളുടെ ഒക്കെ സഹായത്തോടു കൂടി, അതായത് മഴ ഇടവിട്ട് അതിശക്തമായി ലഭിക്കുന്നുണ്ട്. ഇത് വളരെ ഉയർന്നൊരു മലയാണ്. മുകളിൽ നിന്നൊക്കെ വെള്ളം കുതിച്ച് താഴേക്ക് ഒലിച്ചിറങ്ങുന്നത്, നമുക്ക് വെള്ളച്ചാട്ടം പോലെ ഒലിച്ചിറങ്ങുന്നത് കാണാം. വലിയ ചെളി രൂപപ്പെടുന്നുണ്ട്. അതിനുശേഷവും ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ശുഭകരമായ വാർത്തയിലേക്കൊക്കെ നമുക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. അത് പ്രതീക്ഷിക്കുന്നു. അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട്. 9 മണി വരെ എന്നൊരു സമയമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രായോഗികമായ ഒരു സമയം. പക്ഷെ അതിനുശേഷവും കൂടുതൽ ലൈറ്റുകളും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കി തിരച്ചിൽ തുടരുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ, അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ്. ശരി സജോ, എന്തായാലും 9 മണിക്ക് ശേഷവും ഇന്ന് രാത്രി വൈകിയും ഒക്കെ തെരച്ചിൽ നടക്കട്ടെ, അതിനനുകൂലമാവട്ടെ കാലാവസ്ഥ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. അരുൺ പൂപ്പറമ്പ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അരുൺ, ഈ രാത്രിയിലെ പരിശോധനയുടെ കാര്യത്തിൽ എന്തെങ്കിലും സ്ഥിരീകരണം അവിടെ നിന്ന് ഈ ഘട്ടത്തിൽ നൽകാനാകുമോ? സർക്കാർ ഭരണകൂടമൊക്കെ സജീവമായി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, അതിൽ ഇടപെട്ടിട്ടുണ്ട്, അതിൻ്റെ ഫലമൊക്കെ അറിയാനുമുണ്ട്, കുറച്ചൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട് തെരച്ചിലൊക്കെ. എന്താണ് പുതിയ വിവരങ്ങൾ? നമുക്ക് എന്തെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം ഇക്കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? വിജയകുമാർ, ഉത്തര കന്നഡ ജില്ലാ പോലീസ് മേധാവിയുമായി അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ നിലവിൽ രാത്രിയിൽ ഇതിന്റെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു കൃത്യമായൊരു ഇത്ര സമയത്ത് ഈ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കും എന്ന് അവർ നിലവിൽ തീരുമാനിച്ചിട്ടില്ല. ആദ്യഘട്ടത്തിൽ ഒരു 9 മണി വരെയൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു 10 മണി വരെ മാക്സിമം. അതിനപ്പുറത്തേക്ക് പ്രായോഗികമായി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു. നിലവിൽ SP-യുമായി സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു ടൈം ലിമിറ്റ് അവർ നിലവിൽ വെച്ചിട്ടില്ല. കാലാവസ്ഥ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ഇരിക്കുമോ തെരച്ചിൽ തുടരുന്നതുമായി ബന്ധപ്പെട്ട സാഹചര്യം എന്നതാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുന്നത്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ ഒരു മൺകൂനയാണ്. മൺകൂന എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ കുന്ന് തന്നെ ഇടിഞ്ഞു വീണതാണ്. അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, രാത്രി സമയത്തും ഇപ്പോൾ നിലവിൽ തെരച്ചിൽ നടക്കുമ്പോഴും ഈ മുകളിൽ നിന്ന് ചെറിയ തോതിൽ മണ്ണിടിഞ്ഞ് താഴേക്ക് വീഴുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്.
വളരെ ജാഗ്രതയോടെ മാത്രമേ ഈ മണ്ണ് നീക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നിലവിൽ ഈ GPS ലൊക്കേഷൻ പോയിന്റ് ആണ് ഇവരുടെ ലക്ഷ്യം. അവിടുത്തെ മണ്ണ് കുഴിച്ചു നീക്കാൻ കഴിയണം, എന്നാൽ മാത്രമേ അതിന്റെ അടിയിൽ ഈ ലോറി ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. അതിനുവേണ്ടി നിലവിൽ ആ പോയിന്റിലേക്ക് ഇവർ ഇതുവരെ എത്തിയിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം താഴെ രണ്ട് വശങ്ങളുള്ള മണ്ണ് നീക്കം ചെയ്യൽ തന്നെ ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. അത് പൂർത്തീകരിച്ചാൽ മാത്രമേ ഈ പോയിന്റിലേക്ക് എത്തി അതുകൂടി ആ മണ്ണ് കുഴിച്ച് അതിനടിയിൽ ഈ ലോറി ഉണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം എത്താൻ ഇനിയും അതിന്റെ ദൗത്യം കുറെ കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നതാണ് പറയുന്നത്. അതിൽ ഈ പ്രതികൂലമായി നിൽക്കുന്ന ഈ കാലാവസ്ഥ അതിന് തടസ്സമാകുന്നു. കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുമോ എന്ന ആശങ്ക അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവിടുത്തെ ഒരു ഭൂപ്രകൃതിയെ സംബന്ധിച്ച് നമുക്കറിയാം, ഏത് സമയവും കനത്ത മഴ പെയ്താൽ ഈ നിലവിലെ അവിടുത്തെ ഒരു മണ്ണിന്റെ സാഹചര്യം അനുസരിച്ച് കൂടുതൽ മണ്ണ് താഴേക്ക് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. നിലവിൽ എന്തായാലും ഈ തെരച്ചിൽ രക്ഷാപ്രവർത്തനമൊക്കെ ആക്റ്റീവായി നടക്കുന്നുണ്ട്. ഈ രാത്രി സമയത്തും അത് അവരുടെ സംഘം അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. NDRF നേവി സംഘം ഉൾപ്പെടെ ഉണ്ട്. എന്തായാലും നമ്മൾ ആദ്യഘട്ടം പറഞ്ഞതുപോലെയല്ല, ഇപ്പോൾ അവർ കുറച്ചുകൂടി ആക്റ്റീവായി ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ദ്രുതഗതിയിലുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്. അപ്പോഴും വളരെ പെട്ടെന്ന് ഈ തെരച്ചിൽ രക്ഷാപ്രവർത്തനം പൂർത്തീകരിക്കാൻ പറ്റുന്ന സാഹചര്യം അവിടെ ഇല്ല എന്ന് ശരിയാണ് അരുൺ. അത് അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ ബുദ്ധിമുട്ടുള്ള ഒരു ടെറൈൻ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ വരുന്നത് രാത്രിയിലും ഊർജിതമായ രക്ഷാപ്രവർത്തനം തുടരും എന്ന് ഉത്തര കന്നഡ ജില്ലാ പോലീസ് മേധാവി നാരായണ M അറിയിച്ചിട്ടുണ്ട്. താഴേക്ക് മണ്ണിടിഞ്ഞ് വീഴുന്നത് വലിയ പ്രതിസന്ധിയാകുന്നുണ്ട്. നേവി NDRF സംഘത്തിന്റെ തെരച്ചിൽ രാവിലെ പുനരാരംഭിക്കും എന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. Rescue operations are going on. It is a night, landslide may happen, so that only search for the lorry in the metal detector will happen today. Taking off the mud and everything will happen in tomorrow morning. And we will search for the lorry in the mud area, and also we will search for the lorry in the beneath of the river also. And 24/7 our people are working. But the rains are major havoc for us. Not that is slowing down our efforts. ഉത്തര കന്നഡ ജില്ലാ പോലീസ് മേധാവി M നാരായണയുടേതാണ് പ്രതികരണം. രാത്രിയിലും തെരച്ചിൽ തുടരും. നേവിയുണ്ട്, NDRF സംഘം അവിടെയുണ്ട്. അവരുടെയൊക്കെ തെരച്ചിൽ രാത്രിയിലും പുരോഗമിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം അറിയിച്ചത്. അർജുൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. അപകടം നടന്നതിന് തലേ ദിവസമാണ് അർജുൻ അവസാനമായി വീട്ടിലേക്ക് വിളിച്ചത്. അപകട സാധ്യത അങ്കോലയിലെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചെങ്കിലും കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നും കുടുംബം 24-നോട് പറഞ്ഞു. കർണാടകയിലെ രാംനഗറിൽ നിന്ന് ലോഡുമായി അർജുൻ മലപ്പുറം എടവണ്ണയിലേക്ക് യാത്ര തിരിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ച. യാത്രയ്ക്കിടയിൽ ഭാര്യയുമായി സംസാരിച്ചിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിക്ക് സുഹൃത്ത് സമീറുമായും സംസാരിച്ചു. പിന്നീടാണ് അർജുനെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാതായത്. പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ലെന്ന് ഭാര്യ കൃഷ്ണപ്രിയ 24-നോട് പറഞ്ഞു. ചില സമയങ്ങളിൽ ഫോൺ റിംഗ് ചെയ്തിരുന്നു. ഇന്നലെയൊക്കെ ഞങ്ങൾക്ക് വിളിച്ചപ്പോൾ ഫോൺ റിംഗ് ചെയ്തു, എന്നിട്ട് സ്വിച്ച് ഓഫ് ആയി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ റേഞ്ച് കിട്ടുമ്പോൾ അങ്ങനെ ഫോൺ ഓൺ ആവുന്നതായിരിക്കും. അതിൽ ട്രൈ ചെയ്യുന്നുണ്ടാവും ആള് ഞങ്ങളെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ. അർജുൻ യാത്ര ചെയ്യുന്ന വഴിയിൽ അപകടം നടന്നെന്ന വാർത്തയറിഞ്ഞാണ് സുഹൃത്ത് സമീർ ബന്ധുക്കളെ വിവരമറിയിച്ചത്. അന്ന് രാത്രി വെളുപ്പിനോട് സംസാരിച്ചതാണ്, ഞാൻ ഉറങ്ങാൻ പോവാന്നാ പറഞ്ഞത്. പിന്നെ ഇന്ന് നേരം വെളുത്തിട്ട് ഈ സംഭവം അറിയുമ്പോഴാണ് അവന് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഉറങ്ങുന്നു പറഞ്ഞതാണ്. പിന്നെ നേരം വെളുത്തിട്ട് ഈ ഫ്ലഡിന്റെ കാര്യം അറിയുമ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതും ഇതിന്റെ കാര്യങ്ങൾ നോക്കുന്നതും. അതിനിടയിൽ മണ്ണിനടിയിൽ ലോറി കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന് വ്യക്തമാക്കുന്ന GPS ലൊക്കേഷൻ ലഭിച്ചു. ഇക്കാര്യം ഉൾപ്പെടെ അറിയിച്ചിട്ടും കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടായില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു. ഈ റൈറ്റ് സൈഡിലാണ് മണ്ണ് മുഴുവൻ കിടക്കുന്നത്. ഇവരിപ്പോഴും ലെഫ്റ്റ് സൈഡാണ് ക്ലിയർ ചെയ്യുന്നത്. ഇവിടെയാണ് വണ്ടി ഉള്ളതെന്ന് മെനയാന്ന് മുതൽ അവർ പറഞ്ഞിട്ടും ഇതുവരെ, പക്ഷെ ഇപ്പോഴും അവർ ലെഫ്റ്റ് സൈഡിലാണ് മണ്ണ് നീക്കുന്നത്. അർജുന്റെ ലോറിയുടെ എഞ്ചിൻ കഴിഞ്ഞ ദിവസം രാത്രി വരെ പ്രവർത്തിച്ചുവെന്നാണ് ഭാരത് ബെൻസ് അധികൃതർ കുടുംബത്തോട് പറഞ്ഞത്. അതിനാൽ അർജുൻ സുരക്ഷിതനായി ലോറിക്കകത്തുണ്ടാകുമെന്നും രക്ഷാപ്രവർത്തനം ഊർജിതമാക്കണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. 24 കോഴിക്കോട്. ഇപ്പോൾ അർജുന്റെ വീട്ടിൽ നിന്ന് സമീർ C മുഹമ്മദ് ചേരുന്നുണ്ട്. സമീർ, ഈ കുടുംബത്തിന് എന്തെങ്കിലും ഔദ്യോഗികമായ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? തെരച്ചിൽ അവിടെ തുടരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. നേരത്തെ ഇന്ന് രാവിലെയൊക്കെ അവിടുത്തെ കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊക്കെ അവരെ ചില വിവരങ്ങൾ അറിയിച്ചിരുന്നു. അതിനുശേഷം ഔദ്യോഗികമായി എന്തെങ്കിലും ആ കുടുംബാംഗങ്ങൾക്ക് ഏതെങ്കിലും വിവരങ്ങൾ അതോറിറ്റീസ് കൈമാറിയിട്ടുണ്ടോ?
വിജയകുമാർ, അവിടെ തിരച്ചിൽ നടക്കുന്നു എന്നുള്ള ഒരു അറിയിപ്പ് മാത്രമാണ് ഔദ്യോഗികമായിട്ട് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ അർജുൻ്റെ സഹോദരനും അതുപോലെ തന്നെ അർജുൻ്റെ ഭാര്യയുടെ സഹോദരനും ഈ സംഭവം നടന്ന ഈ അപകടം നടന്ന അങ്കോളയിലുണ്ട്. അവിടെ നിന്ന് അവരും ഈ കുടുംബവുമായിക്കൊണ്ട് ബന്ധപ്പെടുന്നു. അർജുൻ്റെ മാതാപിതാക്കളും അതുപോലെ സഹോദരിമാരും ഭാര്യയും ഉൾപ്പെടുന്ന കുടുംബമാണ്. അവർ ഇക്കാര്യങ്ങളെല്ലാം തന്നെ അറിയുന്നുണ്ട്. അവിടെ നല്ല രീതിയിൽ തിരച്ചിൽ നടക്കുന്നു എന്നുള്ള ആ ഒരു കാര്യവും അതുപോലെ തന്നെ അർജുനെ രക്ഷപ്പെടുത്താൻ കഴിയും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസവും അതാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസവും ഉറക്കമൊഴിച്ചതുപോലെ ഇന്നാളും ഈ ദിവസവും അവരിപ്പോൾ പ്രാർത്ഥനയോടുകൂടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അർജുന് അത്യാഹിതമൊന്നും സംഭവിക്കാതിരിക്കാനുള്ള ആ ഒരു പ്രാർത്ഥനയാണ്, വലിയൊരു പ്രതീക്ഷയാണ് കുടുംബം പങ്കുവെക്കുന്നത്. തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു മന്ദഗതി ഏതായാലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴില്ല എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ ഒരു കാര്യം. ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സംവിധാനങ്ങളെല്ലാം തന്നെ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. കേരള സർക്കാരും അതുപോലെ തന്നെ കർണാടക സർക്കാരും ഒരുമിച്ചാണ് ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഒപ്പം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളും ഈ വിഷയത്തിൽ ഇടപെടുകയും സിദ്ധാരാമയ്യുമായി കർണാടക മുഖ്യമന്ത്രിയുമായി കൊണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ദ്രുതഗതിയിലാണ് ഇപ്പോൾ അവിടുത്തെ തിരച്ചിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ ഒരു കാര്യം. കാലാവസ്ഥ മോശമായതും അതുപോലെ തന്നെ ഇപ്പോൾ രാത്രിയാവുന്നു, ഇരുട്ട് വീഴുന്നു, വലിയ രീതിയിൽ അത് ഈ പ്രവർത്തനങ്ങളെ അത് ബാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും രാത്രി ഏറെ വൈകിയും തെരച്ചിൽ തുടരും എന്നുള്ള കർണാടക സർക്കാരിൻ്റെ ഒരു ഉറപ്പ് കൂടി ലഭ്യമാവുന്നു. അതും വലിയൊരു പ്രതീക്ഷയാണ്. ഏതായാലും അർജുന് ഒരു വിധത്തിലുമുള്ള അത്യാഹിതവും ഉണ്ടാകില്ല എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ്. പ്രാർത്ഥനയിലാണ് ഈ നാടും ഈ കുടുംബവും ഉള്ളത്. ഇനിയിപ്പോൾ 4 ദിവസം പിന്നിടുന്നു എന്നുള്ള ഒരു ആശങ്ക കൂടി ആ കുടുംബം പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ ഇത്തരത്തിലാണ്. അവിടെ തെരച്ചിൽ നടക്കുന്നുണ്ട് എന്നും ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ള ആ ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത്. ശരി സമീർ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 75 മണിക്കൂറിലേറെ എന്ന് വെച്ചാൽ 80 മണിക്കൂറിലേക്ക് കടക്കുന്നു അദ്ദേഹത്തെ കാണാതായിട്ട്. പക്ഷെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു പിടി വിവരങ്ങൾ ആ കുടുംബത്തിൻ്റെ പക്കലുണ്ട്, നമ്മളുടെയൊക്കെ കൈകളിലുണ്ട്. അപ്പോൾ ഉറപ്പായും ഒരു ശുഭവാർത്ത രാത്രി വൈകിയാണെങ്കിലും അവിടെ നിന്നുണ്ടാകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അങ്കോലയിൽ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ അർജുനെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തനത്തിന് സമ്മർദ്ദം ശക്തമാക്കുകയാണ് കേരളം. അടിയന്തരമായി ഇടപെടാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. കർണാടക ഉപമുഖ്യമന്ത്രിയുമായി സംസാരിച്ച് വേഗത്തിലുള്ള നടപടിക്ക് അഭ്യർത്ഥിച്ചതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. വിവരമറിഞ്ഞ ഉടനെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ ഗതാഗത മന്ത്രി കെ.പി. ഗണേഷ് കുമാർ ദുരന്ത സ്ഥലത്തേക്ക് അയച്ചു. വിവരമറിഞ്ഞതു മുതൽ അർജുനെ കണ്ടെത്താൻ തിരക്കിട്ട നീക്കമാണ് സംസ്ഥാന സർക്കാർ നടത്തിയത്. പ്രതികൂല കാലാവസ്ഥയിലും രക്ഷാപ്രവർത്തനം ഊർജിതമാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സംഭവത്തിൽ അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദൗത്യം ഏകോപിപ്പിക്കാൻ കോഴിക്കോട് കളക്ടറെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി പി.എ. മുഹമ്മദ് റിയാസും അറിയിച്ചു. രക്ഷാപ്രവർത്തനത്തിനായി മുഖ്യമന്ത്രിയുടെ ഓഫീസും റവന്യൂ വകുപ്പും ഇടപെടുന്നുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഉടനടി സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിൽ നിന്നും അതിൻ്റെ ഭാഗമായിട്ടുള്ള STMAയിൽ നിന്നും ഞങ്ങളുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കർണാടക ഗവൺമെന്റിന് അടിയന്തരമായിട്ടുള്ള സന്ദേശം പോയിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പിലെ 2 ഉദ്യോഗസ്ഥരെ അങ്കോലയിലേക്ക് അയച്ചെന്നും ആവശ്യമായ ഇടപെടൽ നടത്താൻ കാസർഗോഡ് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയെന്നും ഗതാഗത മന്ത്രി കെ.പി. ഗണേഷ് കുമാർ പറഞ്ഞു. ഞാൻ അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടറായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് നല്ല രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ മഴ ഇപ്പോഴും വലിയ കാലാവസ്ഥ വളരെ മോശമാണ്. എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞപ്പോഴാണ് മലയാളി ഉണ്ടെന്നും ഇങ്ങനെ ഒരു ലോറി ഉണ്ടെന്നും ഒക്കെ അവർ അറിയുന്നത്. അവർക്ക് ഇൻഫർമേഷൻ നമ്മൾ വന്നതിന് കർണാടക മുഖ്യമന്ത്രിയോട് നേരിട്ട് സഹായം അഭ്യർത്ഥിച്ചെന്ന് കെ.സി. വേണുഗോപാൽ. ഈ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ കർണാടക മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത് സംബന്ധിച്ച് ലോ ആൻഡ് ഓർഡർ DGPയുമായി നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിനായി കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിനെ വിളിച്ച് ഇടപെടൽ ആവശ്യപ്പെട്ടതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു. കർണാടകയിൽ നിന്നുള്ള വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശേഖരിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. ഉത്തർപ്രദേശ് BJPയിൽ പൊട്ടിത്തെറി. സഹമന്ത്രി സോനം കിന്നർ രാജിവെച്ചു. സർക്കാരിനേക്കാൾ വലുതാണ് പാർട്ടിയെന്ന് സോനം കിന്നർ. പെൻഷൻ മുടങ്ങിയതും മാവേലി സ്റ്റോറിൽ സാധനങ്ങൾ ഇല്ലാതായതും തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായെന്ന് ബിനോയ് വിശ്വം. തെരഞ്ഞെടുപ്പിൽ ജനം നൽകിയ മുന്നറിയിപ്പ് തിരിച്ചറിയണമെന്നും CPI സംസ്ഥാന സെക്രട്ടറി. തിരുവനന്തപുരം മര്യനാട് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. മര്യനാട് അപകടമുണ്ടാകുന്നത് ഇത് 2ാം തവണ. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവളപ്പിൽ സസ്യാഹാരം മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ഉത്തരവ്. തീരുമാനം ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസിൽ മാംസാഹാരം വിളമ്പിയെന്ന ആരോപണം വിവാദമായതിനെ തുടർന്ന്. കണ്ണൂർ അയ്യൻകുന്നിൽ മണ്ണിടിഞ്ഞത് കച്ചേരിക്കടവ് പാഴക്കാമലയിൽ ആൾതാമസമില്ലാത്ത പറമ്പിൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ 2ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥി അറസ്റ്റിൽ. CBI അറസ്റ്റ് ചെയ്തത് റാഞ്ചി റിംസിലെ വിദ്യാർത്ഥി സുർഭി കുമാറിനെ.
മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും പേരിൽ വ്യാജരേഖകൾ ചമച്ച് തട്ടിപ്പ് നടത്തിയ യുവാവ് പട്ടാമ്പിയിൽ അറസ്റ്റിൽ. പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് മുളയൻകാവ് സ്വദേശി ആനന്ദിനെ. തിരുവനന്തപുരത്ത് KSRTC ബസ് ഇടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. മരിച്ചത് നെയ്യാറ്റിൻകര നെല്ലിമൂട് സ്വദേശി ചന്ദ്രബാബു. കോഴിക്കോട് ജില്ലയിൽ +1 അധിക ബാച്ചുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട MK മുനീർ MLA-യുടെ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം തുടങ്ങി. കണ്ടാലും കൊണ്ടാലും അറിയാത്ത വിഭാഗം കേരളത്തിലുണ്ടെങ്കിൽ അത് ഇടതുമുന്നണിയാണെന്ന് PMA സലാമിന്റെ വിമർശനം. വാർത്താമഴ തുടരുന്നു. മൈക്രോസോഫ്റ്റിന്റെ ക്ലൗഡ് സേവനങ്ങളിലെ സാങ്കേതിക തകരാറിനെ തുടർന്ന് ലോകവ്യാപകമായി ബാങ്കുകൾ, മാധ്യമങ്ങൾ, എയർലൈനുകൾ എന്നിവയുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സേവനം നിലച്ചു. തകരാർ പരിഹരിച്ചു എന്നാണ് മൈക്രോസോഫ്റ്റ് അവകാശപ്പെടുന്നത്. ആഗോള സൈബർ സുരക്ഷാ സ്ഥാപനമായ ക്രൗഡ് സ്ട്രൈക്കിലെ തകരാറാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ബ്രിട്ടീഷ് ന്യൂസ് ചാനലായ സ്കൈ ന്യൂസിന്റെ സംപ്രേഷണം നിലച്ചു. അമേരിക്കയിലെ എമർജൻസി സേവനങ്ങളും തടസ്സപ്പെട്ടു. ബ്രിട്ടനിൽ ട്രെയിൻ ഗതാഗതത്തെ ബാധിച്ചു. സൂപ്പർമാർക്കറ്റുകളുടെ പ്രവർത്തനവും നിലച്ചു. ബെർലിൻ, ആംസ്റ്റർഡാം വിമാനത്താവളങ്ങളിൽ സർവീസ് നിർത്തി. അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നിവിടങ്ങളിൽ സ്ഥിതി രൂക്ഷമാണ്. ഇന്ത്യയിൽ വിമാന കമ്പനികളിൽ ഭൂരിഭാഗവും ഓൺലൈൻ ബുക്കിംഗ്, ചെക്ക് ഇൻ എന്നിവ നിർത്തിവെച്ചു. സ്പൈസ് ജെറ്റ്, ആകാശ, ഇൻഡിഗോ തുടങ്ങിയ കമ്പനികളാണ് ഓൺലൈൻ ബുക്കിംഗ് നിർത്തിയത്. മാനുവൽ ചെക്ക് ഇൻ, ബോർഡിംഗ് പ്രക്രിയകൾ ഉണ്ടാകും. മൈക്രോസോഫ്റ്റ് അധികൃതരുമായി ബന്ധപ്പെടുന്നുണ്ടെന്ന് കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത കമ്പ്യൂട്ടറുകൾ തനിയെ റീസ്റ്റാർട്ടാകുകയും ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് കാണിക്കുകയും ചെയ്തു. 24 ഡൽഹി. കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിൽ രോഗിക്ക് നേരെ അതിക്രമം നടത്തിയ ഫിസിയോതെറാപ്പിസ്റ്റിന് സസ്പെൻഷൻ. തിരുവനന്തപുരം സ്വദേശി B മഹേന്ദ്രൻ നായരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. വെള്ളയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് സംഭവം. ഫിസിയോതെറാപ്പിസ്റ്റായ B മഹേന്ദ്രൻ നായരാണ് രോഗിയായ പെൺകുട്ടിയോട് അതിക്രമം കാട്ടിയത്. പെൺകുട്ടി ആശുപത്രിയിലെ ജീവനക്കാരിയോടാണ് ആദ്യം ഇക്കാര്യം പറഞ്ഞത്. സൂപ്രണ്ടാണ് വെള്ളയിൽ പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് വെള്ളയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പ്രതി ഒളിവിലാണ്. B മഹേന്ദ്രൻ നായർക്കെതിരെ വകുപ്പുതല നടപടി ആരോഗ്യവകുപ്പ് തുടങ്ങി. ഈ അതിക്രമം കുട്ടികൾക്കെതിരെ, സ്ത്രീകൾക്കെതിരെ എന്ത് മാനസികാവസ്ഥയാണത്? അതിൽ ഒരാളും സംരക്ഷിക്കപ്പെടില്ല. അതിൽ സർവീസിൽ തുടരാൻ സാധിക്കാത്ത വിധത്തിലുള്ള നടപടിയെടുക്കുക. അങ്ങനെയുള്ള ഒരാളെയും സർവീസിന് വേണ്ട. അങ്ങനെയുള്ള ഒരാളെയും വകുപ്പിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിനു മുൻപും കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിൽ പീഡന പരാതി ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ICUവിൽ യുവതി പീഡനത്തിനിരയായ സംഭവത്തിന്റെ കേസ് നടപടിക്രമങ്ങൾ തുടരുന്നതിനിടയിലാണ് മറ്റൊരു സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിൽ ഇത്തരമൊരു സംഭവം. 24 കോഴിക്കോട്. വടക്കൻ കേരളത്തിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ദുരിതം രൂക്ഷമാണ്. കണ്ണൂർ പാനൂരിൽ KSEB ജീവനക്കാർ സഞ്ചരിച്ച ജീപ്പ് വെള്ളക്കെട്ടിൽ ഒഴുകിപ്പോയി. കാസർഗോട്ടെ തീരദേശ മേഖലകളിൽ കടലാക്രമണം രൂക്ഷമാണ്. മണ്ണിടിച്ചിൽ തടയാൻ സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മലപ്പുറം മുണ്ടേരിയിലെ ആദിവാസി ഊരിലെ കുടുംബങ്ങൾ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വടക്കൻ കേരളത്തിൽ മഴ ദുരിതങ്ങൾക്ക് അറുതിയില്ല. കാസർഗോഡ് തേജസ്വിനി പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. നീലേശ്വരത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കർണാടക ഉൾവനത്തിൽ ഉരുൾപൊട്ടിയെന്നാണ് നിഗമനം. കണ്ണൂരിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിൽ. മലയോര മേഖലയിലെ പുഴകൾ കരകവിഞ്ഞ് ഒഴുകുകയാണ്. കണ്ണൂരിൽ 4 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. പാനൂരിൽ വൈദ്യുതി ലൈനിലെ തകരാർ പരിഹരിക്കാൻ പോയ KSEB ജീവനക്കാർ സഞ്ചരിച്ച വാഹനം ഒഴുകിപ്പോയി. വാഹനത്തിലുണ്ടായിരുന്ന 3 ജീവനക്കാരെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. ഇരിട്ടി തളിപ്പറമ്പ് റോഡിൽ മണ്ണിടിഞ്ഞു. കോഴിക്കോട് കല്ലാച്ചിയിൽ കനത്ത കാറ്റിൽ മരങ്ങൾ വീണ് വീട് ഭാഗികമായി തകർന്നു. കുറ്റിപ്പുറം സൗത്തിലെ വലിയ പറമ്പത്ത് ദേവിയുടെ വീടിന് മുകളിലാണ് മരം വീണത്. കോഴിക്കോട് മുക്കം അഗസ്ത്യമൊഴി കൈതപ്പൊഴിൽ റോഡ് വിണ്ടുകേറി. നവീകരണം നടക്കുന്ന റോഡാണ് 30 മീറ്ററോളം ദൂരം വിണ്ടുകേറിയത്. മലപ്പുറം മുണ്ടേരിയിലെ ആദിവാസി കുടുംബങ്ങൾ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. നാരങ്ങപ്പോയിൽ നഗറിലെ മണ്ണിടിച്ചിൽ തടയാൻ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. 5 കുടുംബങ്ങളാണ് പോത്തുകല്ല് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സമരം ചെയ്തത്. പാലക്കാട് ആലത്തൂർ തോണിപ്പാടത്ത് വീട് തകർന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 മലപ്പുറം. വയനാട്ടിൽ മഴയുടെ തോത് കുറഞ്ഞെങ്കിലും വെള്ളക്കെട്ട് ഒഴിയുന്നില്ല. വ്യാപക കൃഷിനാശമാണ് ജില്ലയിലുണ്ടായത്. പ്രശ്നബാധിത പ്രദേശങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും മന്ത്രിമാരായ AK ശശീന്ദ്രനും OR കേളുവും സന്ദർശനം നടത്തി. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് വയനാട്ടിൽ മഴപ്പെയ്ത്തിന്റെ തോത് കുറഞ്ഞിട്ടുണ്ട് എന്നത് ആശ്വാസകരം. പുഴയോരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. കർണാടകയുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ കൂടുതലായി മഴ പെയ്യുന്നതിനാൽ
പുഴകളിൽ നീരൊഴുക്ക് കൂടാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. നിലവിൽ 42 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2305 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. 125 ഹെക്ടറിലധികം കൃഷിനാശമുണ്ട്. മന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. അണക്കെട്ടുകളിൽ ജലവിധാനം അപകടകരമായ നിലയിലാണ് എന്ന് പറയാനായിട്ടില്ല. എന്നാൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്നാൽ കുറച്ച് ജാഗ്രത ആവശ്യമായിട്ടുണ്ട്. നമുക്കിവിടെ മഴ കുറഞ്ഞാലും കർണാടക വനത്തിൽ മഴ പെയ്താൽ നീരൊഴുക്ക് ശക്തിപ്പെടാൻ ഇടയുണ്ട് എന്ന് മനസ്സിലാക്കി അതിനുള്ള ജാഗ്രത നമ്മൾ പാലിക്കണം. ജില്ലയിലെ അണക്കെട്ടുകളുടെ സ്ഥിതിയിൽ ആശങ്ക വേണ്ടെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. കബനിയിലെ നീരൊഴുക്ക് ക്രമീകരിക്കുന്നതിനായി ബീച്ചനഹള്ളി ഡാം തുറന്നിരിക്കുകയാണ്. നാളെ ജില്ലയിൽ യെല്ലോ അലർട്ടാണ്. 24 വയനാട്. വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. മറ്റു ജില്ലകളിൽ നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത പകർച്ചപ്പനി. എറണാകുളത്ത് H1N1 ബാധിച്ച് 4 വയസ്സുകാരൻ മരിച്ചു. ആലങ്ങാട് ഒളനാട് സ്വദേശി ലിയോൺ ലിബു ആണ് മരിച്ചത്. പനിബാധിതനായ കുട്ടിയെ ഇന്നലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണം കൂടുകയാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കോളറ ബാധയുണ്ടായത് കെയർ ഹോമിലെ വെള്ളത്തിൽ നിന്നാണെന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തി. ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് പനി പ്രതിരോധം ശക്തമാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. രാഷ്ട്രീയമായി ഇരുചേരികളിൽ നിൽക്കുമ്പോഴും ഉമ്മൻചാണ്ടിയും താനും തമ്മിലുള്ള സൗഹൃദത്തിന് ഒരു കോട്ടവും ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. യോജിപ്പും വിയോജിപ്പും തുറന്നു പറഞ്ഞവരായിരുന്നു തങ്ങൾ. മൈൽസ് ടു ഗോ ബിഫോർ എ സ്ലീപ്പ് എന്ന കവിത എടുത്തു പറഞ്ഞാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ ഓർത്തെടുത്തത്. ഉമ്മൻചാണ്ടി ലീഡർഷിപ്പ് സബ്മിറ്റിലായിരുന്നു ഉമ്മൻചാണ്ടിയുമായുള്ള വ്യക്തിബന്ധം മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നു പറഞ്ഞത്. ഉമ്മൻചാണ്ടിയോട് പല കാര്യങ്ങളിലും തനിക്ക് യോജിപ്പായിരുന്നു, ചിലതിൽ വിയോജിപ്പും. അദ്ദേഹത്തിനും അങ്ങനെ തന്നെയായിരുന്നുവെന്ന മുഖ്യമന്ത്രി. യോജിപ്പും വിയോജിപ്പും തുറന്നു പറഞ്ഞവരായിരുന്നു തങ്ങൾ. രാഷ്ട്രീയമായി ഇരുചേരിയിൽ നിൽക്കുമ്പോഴും ബന്ധത്തിന് ഒരു കോട്ടവും ഉണ്ടായിട്ടില്ല. യോജിക്കേണ്ടവയിൽ യോജിച്ചും വിയോജിക്കേണ്ടവയിൽ വിയോജിച്ചുമാണ് താനും തൻ്റെ പാർട്ടിയും ഉമ്മൻചാണ്ടിയോട് ഇടപെട്ടത്. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പ്രശസ്തമായ വരികളെ എനിക്ക് അതീവ ദൂരമുണ്ട് അവിശ്രമം നടക്കുവാൻ എന്നാണ് മലയാളത്തിൽ കടമ്പനിട്ട വിവർത്തനം ചെയ്തത്. ആ വരികൾ എഴുതിയത് ഉമ്മൻചാണ്ടിയെക്കുറിച്ചാണെന്ന് നമുക്ക് തോന്നും. അവിശ്രമം എന്ന പദത്തിന് എല്ലാ നിലക്കും പര്യായമായി മാറിയ ജീവിതമായിരുന്നു ഉമ്മൻചാണ്ടിയുടേത്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും വ്യക്തിപരമായ അടുപ്പം സൂക്ഷിച്ചവരായിരുന്നു ഉമ്മൻചാണ്ടിയും പിണറായി വിജയനുമെന്ന ചാണ്ടി ഉമ്മൻ. ഒരാളെ തിരിച്ചറിയുന്നത് ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴാണ്. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ എത്രത്തോളം പ്രാധാന്യം അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വ്യക്തി എന്ന നിലയിൽ പരസ്പര ബഹുമാനം എന്താണെന്ന് അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ നേതൃപാഠവും കാഴ്ചപ്പാടും പുതുതലമുറയ്ക്ക് കൈമാറുകയെന്ന ലക്ഷ്യത്തോടെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനാണ് ലീഡർഷിപ്പ് സബ്മിറ്റ് സംഘടിപ്പിച്ചത്. 24 തിരുവനന്തപുരം. ചില പ്രധാനപ്പെട്ട ദേശീയ റിപ്പോർട്ടുകളിലേക്ക് പോവുകയാണ്. വാർത്താ മഴ. ജമ്മു കാശ്മീരിൽ പ്രതിരോധം ശക്തമാക്കി സൈന്യം. ഏറ്റുമുട്ടൽ തുടരുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ സൈനികരെ വിന്യസിച്ചു. വിവിധ മേഖലകളിൽ ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. അഫ്ഗാൻ ആയുധങ്ങൾ പാകിസ്ഥാൻ വഴി ജമ്മുവിലെത്തുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റുമുട്ടലുണ്ടായ ധോഡയിലും കുപ്വാരയിലും ഉൾപ്പെടെയാണ് ഭീകരർക്കായി സൈന്യം തെരച്ചിൽ ശക്തമാക്കിയത്. ഏറ്റുമുട്ടൽ തുടരുന്ന പശ്ചാത്തലത്തിൽ മേഖലകളിൽ കൂടുതൽ സേനയെ വിന്യസിച്ചു. കാശ്മീരിലെ പൂഞ്ചിലെ ഹോസ്പിറ്റൽ ഓഫീസ് ക്വാർട്ടേഴ്സിൽ നിന്ന് ഗ്രനേഡ് കണ്ടെത്തി. പൂഞ്ചിലെ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം സ്ഥലത്ത് പരിശോധന നടത്തി. കുപ്വാരയിലെ കേരൻ സെക്ടറിൽ ഇന്നലെയുണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ സൈന്യം വധിച്ചു. ഇവരിൽ നിന്ന് ആയുധങ്ങളും പാകിസ്ഥാൻ തിരിച്ചറിയൽ രേഖയും കണ്ടെടുത്തു. അഫ്ഗാൻ ആയുധങ്ങൾ പാകിസ്ഥാൻ വഴി ജമ്മുവിലെത്തുന്നതായും റിപ്പോർട്ടുണ്ട്. M4 കാരബൈൻ, അസൾട്ട് റഫിളുകൾ ഉൾപ്പെടെയുള്ള അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ സൈന്യം കണ്ടെത്തി. ഏറ്റുമുട്ടലുണ്ടായ മേഖലകളിൽ നിന്നാണ് ആയുധങ്ങൾ ലഭിച്ചത്. ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ആഭ്യന്തര സുരക്ഷ വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. യോഗത്തിൽ സൈന്യത്തിന്റെ പൂർണ്ണ വിന്യാസത്തിന് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയെന്നാണ് സൂചന. 24 ഡൽഹി. സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിക്ക് ഹൈക്കോടതിയിൽ തിരിച്ചടി.
കേരള MG മലയാളം സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. 6 സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിനാണ് ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത്. ഇതിൽ 4 കമ്മിറ്റികളുടെ നടപടിയാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. കേരള MG മലയാളം സർവകലാശാലകൾക്ക് പുറമെ കുഫോസും പട്ടികയിൽ ഉൾപ്പെടുന്നു. 1 മാസത്തേക്കാണ് സ്റ്റേ. സർവകലാശാലകൾക്കും കോടതി നോട്ടീസ് അയച്ചിരുന്നു. ഹർജിയിൽ തീരുമാനമാകുന്നതുവരെ തുടർ നടപടി ഉണ്ടാകില്ലെന്ന് ചാൻസലർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. സർവകലാശാല പ്രതിനിധികൾ ഇല്ലാതെ UGCയുടെയും ചാൻസലറുടെയും പ്രതിനിധികളെ മാത്രം ഉൾപ്പെടുത്തി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചതിനെതിരെ സർക്കാരാണ് കോടതിയെ സമീപിച്ചത്. 24 കൊച്ചി. BJP സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് K. സുഭാഷിനെ നീക്കി RSS. ഉത്തര കേരളത്തിന്റെ ചുമതലയുള്ള സഹസമ്പർക്ക് പ്രമുഖായി K. സുഭാഷിന് പുതിയ ചുമതല നൽകി. എറണാകുളത്ത് ചേർന്ന RSS ഉന്നതതല യോഗത്തിലാണ് K. സുഭാഷിനെ തിരികെ വിളിക്കാനുള്ള തീരുമാനം അറിയിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സംസ്ഥാനത്ത് വലിയ മുന്നേറ്റം നടത്തിയിട്ടും സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് K. സുഭാഷിനെ നീക്കി RSS. ഉത്തര കേരളത്തിന്റെ ചുമതലയുള്ള സഹസമ്പർക്ക് പ്രമുഖായി K. സുഭാഷിന് പുതിയ ഉത്തരവാദിത്വം നൽകിയതായി എറണാകുളത്ത് ചേർന്ന RSS ഉന്നതതല യോഗത്തിൽ പ്രാന്തസംഘചാലക് KK ബാലറാം അറിയിച്ചു. K. സുഭാഷിനെതിരെ പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗത്തിനുണ്ടായിരുന്ന അതൃപ്തി മാറ്റത്തിൽ കലാശിച്ചുവെന്നാണ് സൂചന. BJPക്ക് വിജയപ്രതീക്ഷയുണ്ടായിരുന്ന തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ താഴെത്തട്ടിൽ RSS സജീവമായിരുന്നില്ല എന്ന വിമർശനവും പാർട്ടിക്കുള്ളിലുണ്ട്. ഭാരതമാതാ പ്രസ്താവനയിൽ കേരളത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറന്ന സുരേഷ് ഗോപിക്കെതിരെ K. സുഭാഷ് പരോക്ഷമായി രംഗത്തുവന്നതും തിരിച്ചടിയായി. പാർട്ടിയും മാതൃസംഘടനയും 2 ദിശയിലാണെന്ന പ്രതീതി സൃഷ്ടിക്കപ്പെട്ടെന്നാണ് RSSന്റെ വിലയിരുത്തൽ. ഇതിനെല്ലാം പുറമെ സഞ്ജു സാംസണെ T20 ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുത്തിയത് K. സുഭാഷിന്റെ ഇടപെടലിനെ തുടർന്നാണെന്ന BJP നേതാവിന്റെ പരസ്യ പ്രതികരണവും RSSന് മുന്നിലെത്തിയിരുന്നു. നേരത്തെ ആരോപണ നിഴലിലായിരുന്ന M. ഗണേശനെ മാറ്റി കണ്ണൂരുകാരനായ K. സുഭാഷിന് BJP സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ചുമതല RSS കൈമാറിയത് കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിലാണ്. പകരം സംഘടനാ ചുമതല ആർക്ക് കൈമാറണമെന്ന് RSS തീരുമാനിച്ചിട്ടില്ല. 24 തിരുവനന്തപുരം. ഇപ്പോൾ ഒരു പ്രധാന വിവരം വരുന്നത് അങ്കോലയിൽ നിന്നാണ്. മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ അർജുനായി ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. കനത്ത മഴയെ തുടർന്നാണ് രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചത്. നാളെ പുലർച്ചെ വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കും. ഉത്തര കന്നഡ ജില്ലാ കളക്ടറാണ് ഇക്കാര്യം അറിയിച്ചത്. നാളെ ആന്ധ്രയിൽ നിന്ന് കൂടുതൽ NDRF സംഘം സംഭവ സ്ഥലത്തെത്തും. രാവിലെ മുതൽ തെരച്ചിൽ പുനരാരംഭിക്കും എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മോശം കാലാവസ്ഥ, കനത്ത മഴ തുടരുകയാണ് ആ മേഖലയിൽ. അതുകൊണ്ടാണ് ഇന്ന് രാത്രി വൈകിയും തെരച്ചിൽ നടത്താനുള്ള തീരുമാനം ഇപ്പോൾ അവിടെ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവർ പിൻവലിച്ചിരിക്കുന്നത്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുകയാണ്. ഇനി കാണാം കൂരായണം. നമസ്കാരം.